ഹലോ, ഇന്ന് നമുക്കൊരു ഉപ്മാവ് ഉണ്ടാക്കിയാലോ. അതിനകത്തോട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, വേപ്പില, നാളികേരം ഇതൊക്കെയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, അതുപോലെ ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം പൊട്ടിച്ച് അതിനകത്തോട്ട് സവാള, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ ഉപ്പും ക്യാരറ്റും കൂടിയിട്ട് ആഡ് ചെയ്യണം. നല്ലോണം തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അതും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യണം കേട്ടോ. നാളികേരം ചേർക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവിനൊക്കെ ഒരു പ്രത്യേക സ്വാദായിരിക്കും. അങ്ങനെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള റവ, അതായത് ഇത് വറുത്ത റവ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. വറുക്കാത്ത റവയാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പുമാവ് ഇതാ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മൾ സ്കൂളിൽ പണ്ടൊക്കെ കിട്ടുന്ന മഞ്ഞ ഉപ്പുമാവുണ്ടല്ലോ, ഉപ്പുമാവിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അവസാനം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് നല്ലെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പുമാവിന്. നല്ലെണ്ണയല്ല കേട്ടോ, വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നെയ്യ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.